പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. ഇത് മാത്രല്ലല്ലോ ഉണ്ണി, ഇപ്പം ഉണ്ണിയും ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസറും നിങ്ങൾ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. അതെ അതെ, അതിപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിന്റെ ഓഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടേ. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് സിനിമയായിട്ട് കാണാതെ ഒരു സ്പെക്യുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സഹിക്കാൻ പറ്റില്ല കുറെ കാര്യങ്ങളൊക്കെ. സ്വാഭാവികം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അയാൾ പറയുന്നത് അയാള് ശരിയാണത്, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാ പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം. അങ്ങനെ ഒരാൾ പറയണേ ഞാൻ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. ഓക്കെ, ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമില്ല, ബിക്കോസ് ഞാൻ അരി മേടിക്കാനാണെന്ന്. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കളോ കുട്ടികളോ ഓരോട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക. പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കളോ കുട്ടികളോ ഓരോട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക. ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ. അയാൾ പറയാനില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇതിനാണെന്ന്. പക്ഷെ അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ സത്യത്തിൽ അന്നോട്ട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.